ഹായ് നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അല്ല നിങ്ങളെങ്ങട്ടാ? അന്ന് പുറത്തു പോയിട്ട് വരാം. ഇന്ന് ഞായറാഴ്ച ഇവിടെ ഇരിക്കും. കുറച്ച് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിട്ട് പോവാം. പിന്നെന്താ, ഇന്നും ഒരു എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കായിരുന്നു. സ്പെഷ്യലോ? സ്പെഷ്യൽ ഇപ്പം എന്താ? എന്നാൽ ചിക്കൻ ആയിക്കോട്ടെ. ചിക്കനൊന്നും വേണ്ട. ചിക്കൻ വേണ്ടേ? ചിക്കനൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ എന്താ ഉണ്ടാക്കുക? പായസമായാലോ? പായസമാവോ? അരിപ്പായസമാവോ? അരിപ്പായസം നന്നാവുമോ? പിന്നെന്താ, അരിപ്പായസം വെക്കാം. അതിനിപ്പോൾ എന്തൊക്കെ സാധനങ്ങളുണ്ട്? സാധനങ്ങൾ ഇവിടെ ഉണ്ടോ? ഇല്ലില്ല, സാധനങ്ങൾ വാങ്ങിക്കണം. എന്തൊക്കെ വേണ്ടേ? ഒരു കിലോ ഒരു കിലോ ഉണങ്ങല്ലരി. 1 കിലോ ഉണങ്ങല്ലരി. അരിക്കൊരു 2 കിലോ ശർക്കര. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ. കുറച്ച് വാങ്ങിയാലേ അണ്ടിപ്പരിപ്പ്. അല്ല, ഈ അരിയും ശർക്കര എന്തിനാ എത്ര തോനൊക്കെ? എന്തായാലും ഉണ്ടാക്കില്ലേ, നമുക്ക് അടുത്ത വീട്ടിലേക്ക് കൊടുക്കാലോ. ഓ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ നാളികേരം വേണ്ടേ? നാളികേരം ഒരു 8 എണ്ണം വേണം. അത് കൂടെ ഉണ്ടല്ലോ. 8 നാളികേരല്ലേ? നാളികേരൊക്കെ ഈ വിളിക്കേണ്ടി വരും കേട്ടോ. അതൊക്കെ ഞാൻ വിളിക്കാം. ബാക്കിയുള്ളവരൊക്കെ സഹായിച്ചാൽ മതി, നാളികേരം പിഴിയാനൊക്കെ. നാളികേരം പിഴിയാനും ഇതൊക്കെ ഞാൻ സഹായിക്കാം, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാനൊരു പണി എന്നാ, ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. ഈ അപ്പോഴേക്ക് നാളികേരം പൊളിച്ച് റെഡിയാക്കി വെച്ചോ. ഓക്കെ. അപ്പം നമുക്ക് ഇതിലേക്കുള്ള വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം ഞാൻ. അപ്പോൾ ഇനി നമുക്ക് നാളികേരം പൊളിക്കാം. അപ്പോൾ സുനേട്ടൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരുമ്പോഴേക്കും ഞാൻ തേങ്ങ പൊളിച്ച് വയ്ക്കുകയാണ്. അങ്ങനെ 8 എണ്ണം വേണം. ആരൂർക്ക് പോയിട്ട് എപ്പോഴാണ് വരികയാണാവോ. പാല് പിഴിയാനാണ് പാട്. അങ്ങനെ ഏകദേശം 8 എണ്ണം ആയിട്ടുണ്ട്. ഇനി ഇത് വെട്ടണം. ഇതിലപ്പോഴേക്കും സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അരി, ശർക്കര, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഏലക്കായ. അപ്പോൾ നമ്മൾ നേരത്തെ പൊളിച്ച് വെച്ച തേങ്ങ വെട്ടാം. ഈ വെള്ളങ്ങളൊക്കെ നമ്മൾ ചെമ്പിലേക്ക് ആക്കിയേക്കുന്നത് എന്തിനാണെന്നറിയോ? നാളെ വെള്ളയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളയപ്പത്തേക്ക് ഉപയോഗിക്കാനാണ്. തേങ്ങയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. ഈ വിറകടുപ്പിൽ വെച്ചാൽ തന്നെ പായസത്തിന് നല്ല സ്വാദ് ഉണ്ടാവും. മറ്റേ ഗ്യാസിലൊക്കെ വെക്കണേക്കാൾ നല്ലതാണ്. പിന്നെ കുറച്ച് കൂടുതലും വെക്കണുണ്ടല്ലോ നമ്മൾ. ഇനി തേങ്ങ ചിരകുക. അങ്ങനെ തേങ്ങ ചിരകി കഴിയാറായി. ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അടുപ്പ് നന്നായി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ തമ്പാൽ പിഴിഞ്ഞ് വെക്കട്ടെ കേട്ടോ. പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 2ാം പാൽ എടുക്കണം. 2ാം പാൽ എടുക്കണമെങ്കിൽ നമ്മൾ തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് വെള്ളം ചേർത്തിട്ട് അടിക്കണം. എന്നിട്ട് വേണം നമ്മൾ പിഴിയാൻ. അപ്പോഴാണ് നന്നായിട്ട് അതിൻ്റെ പാൽ കിട്ടുള്ളൂ. നേരത്തെ പിഴിഞ്ഞതാന്ന് പറഞ്ഞ് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾ പോയിട്ടോ, കാണാനില്ല. ഇനി നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് എന്നാലാണ് നന്നായി പാൽ നമുക്ക് കിട്ടുള്ളൂ. വെള്ളം കുറച്ച് കുറവായി തോന്നുന്നു. ഇനി അങ്ങനെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുത്ത് ഞാൻ അരി കഴുകുകയാണ് കേട്ടോ. അരി കഴുകി വെച്ചിട്ടുണ്ട്. 1 കിലോ അരിയാണ് നമ്മൾ കഴുകി ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ ഏലക്ക പൊടിക്കാൻ നോക്കണം. ഏലക്കയും പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ആ പായസത്തേക്കുള്ള പൊടിച്ച് വെക്കുകയാണ്. അത് ഇപ്പിടേണ്ടതല്ല, അത് അവസാനം പായസം ഇറക്കി വെക്കാറാകുമ്പോഴാണ് നമ്മളിത് ഇടുക. അപ്പോൾ അതിന് മുന്നേ നമ്മളിത് പൊടിച്ച് വെക്കണത് നല്ലതാണ്. പൊടിച്ചിട്ടൊരു പാത്രത്തിലാക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ ഏലക്കയുടെ പൊടിയൊക്കെ ഏലക്കയുടെ തോലൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അരി നമ്മൾ നേരത്തെ ഇട്ടു. അരി നേരത്തെ ഇടുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ അരി അതിലിട്ടിട്ടുണ്ട്. അരി നന്നായി തിളച്ച് വരുമ്പോഴേക്കും അതിൻ്റെ ശേഷം നമ്മളിനി ശർക്കരയാണ് അതിലിടുക. അരി വെന്തോ നോക്കട്ടെ. അതിന് ശർക്കര ഇടാം. ശർക്കര ഒന്നിച്ചിടുമ്പോഴേ കൈ പൊള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മെല്ലെ മെല്ലെ ഓരോന്നോരോന്നായിട്ട് ഇടുന്നത് കേട്ടോ. ഇനി അത് അതിൽ കിടന്നിട്ട് നന്നായി ഉടഞ്ഞതിൽ ചേർന്ന് ഈ ശർക്കര ഇട്ട പിന്നെ അരി നന്നായി വേവില്ല. അപ്പോൾ ഇപ്പോൾ പാകത്തിന് അരി വെന്തിട്ടുണ്ട്.
ഈ ശർക്കര ഇട്ട് അലിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് നേരത്തെ പാലെടുത്ത് വെച്ചത് ഒഴിക്കണം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇനി പാലൊഴിക്കുകയാണ്. രണ്ടാം പാലാണ് നമ്മൾ പൊഴിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്തിച്ചില്ല തമ്പാൽ, അത് നമ്മൾ അവസാനം അരി പായസം ഇറക്കി വയ്ക്കുമ്പോഴാണ് അതൊഴിക്കുക. ഇപ്പോൾ ഒരുവിധം പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുത്ത് വെക്കട്ടെ. അത് നമ്മൾ പായസം വാങ്ങി വെച്ച ശേഷം അരിക്ക് ഇടേണ്ടതാണ്. അപ്പോൾ അരിക്ക് നമ്മൾ വേറെ വറുത്ത് മാറ്റി വയ്ക്കുകയാണ്. പായസം നമ്മൾ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ച ശേഷമാണ് നമ്മൾ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ തമ്പാൽ, അതിൽ ഒഴിക്കാൻ പറ്റുള്ളൂ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും കരിയാൻ പാടില്ല കേട്ടോ. നമ്മൾ വറുക്കുമ്പോൾ കരിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് പോവാം. പായസം നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചിട്ട് വേണം ഇനി നമുക്ക് എന്ത് വേണം, തമ്പാൽ ഒഴിക്കണം. അതിൽ തമ്പാൽ വെച്ച് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കപ്പൊടി ചേർക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിൽ ചേർക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കണം. ഇതൊരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് മോൾക്കൊന്ന് കുടിക്കാൻ കൊടുത്തു നോക്കാം. അവളെങ്ങനെ ഉണ്ടെന്ന് പറയുമല്ലോ.